പാലക്കാട് മലമ്പുഴ ഡാമിൻ്റെ ഒരു ഷട്ടർ കൂടി തുറന്നു. അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ പാലക്കാട് നിന്ന് ചെയ്യുന്നു. ശ്രീജിത്തെ, ഈ മലമ്പുഴ ഡാമിൻ്റെ ഷട്ടർ തുറന്നല്ലോ, ഒരു ഷട്ടർ തുറന്നു. എന്താണ് അവിടെ നിന്നുള്ള വിവരം? മൂന്നാമത്തെ ഷട്ടറാണ് സ്കാൻ ഇപ്പോൾ തുറന്നിട്ടുള്ളത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ 111.24 മീറ്ററാണ് നിലവിൽ ഡാമിലെ ജലനിരപ്പ്. അത് ഇന്നലെ വൈകുന്നേരത്തെ ജലനിരപ്പാണ്. ഇന്നലെ രാത്രിയും കനത്ത മഴ ഈ കാടുകളിലൊക്കെ പെയ്തിരുന്നു. അതുകൊണ്ട് ഡാമിലേക്കുള്ള നീരൊഴുക്ക് ശക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ തുറന്നുവിടാനുള്ളൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ 5 സെൻറ്റിമീറ്റർ ഉയർത്തി എന്നൊരു വിവരമാണ്. 10 സെൻറ്റിമീറ്റർ ആയിരുന്നു ഉയർത്തുമെന്നൊരു വിവരമായിരുന്നു ലഭിച്ചിരുന്നത്. പക്ഷേ നിലവിൽ 5 സെൻറ്റിമീറ്റർ ഉയർത്തിയിട്ടുണ്ട് ഒരു ഷട്ടർ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി ഇതിൽ തൊട്ടപ്പുറത്തെ ഷട്ടർ കൂടി ഉയർത്തും. എന്തായാലും ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായുള്ള ഈ ഒരു നടപടിയിൽ എല്ലാവരും സഹകരിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. 2018 മുതൽ എല്ലാ വർഷവും ഇത്തരത്തിൽ തുറന്നു വിടാറുണ്ട്. അന്ന് പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പോൾ അടുത്ത ഷട്ടർ കൂടി തുറക്കുന്ന ഒരു കാഴ്ചയാണ്. രണ്ടാമത്തെ ഷട്ടർ കൂടി ഇപ്പോൾ തുറന്നിരിക്കുന്നു. അങ്ങനെ അതും 5 സെൻറ്റിമീറ്റർ വീതമാണ് തുറന്നിരിക്കുന്നത്. അതുപോലെ തൃശ്ശൂർ ഷോളയാർ ഡാമിൻ്റെ ഷട്ടർ തുറന്നു എന്ന് സൂരജ് സജ്ജി അറിയിക്കുന്നുണ്ട്. വാൽപ്പാറയിലാണ് ഷോളയാർ ഡാം. നിങ്ങൾക്കറിയാം, അതിരപ്പള്ളി വനമേഖലയിലേക്ക് അധിക ജലം ഒഴുകിയെത്താൻ സാധ്യതയുണ്ട്. 2466 ക്യൂബിക് വെള്ളമാണ് കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. പെരിങ്ങൽകുത്ത് ഡാമിൽ ഉൾപ്പെടെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. മലമ്പുഴ ഡാമിൻ്റെ 2 ഷട്ടറുകൾ ഇപ്പോൾ ഉയർത്തി കഴിഞ്ഞു. അതുപോലെ ബാണാസുരയുടെ ഒരു ഷട്ടറും ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 16 ഡാമുകൾ ഇപ്പോൾ തുറന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കപ്പം സുർജിത്ത് അയ്യപ്പത്ത് കൂടി ചേരുന്നു. സുർജിത്ത്, വിവരങ്ങൾ. ഇപ്പോൾ വെള്ളം പരന്നൊഴുകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ കഴിയുന്നത്. അതായത് വെള്ളം അത് ഒഴുക്കിവിടുന്നത് 8.5 ഘനമീറ്റർ വെള്ളമാണ് ഇപ്പോൾ ഒഴുക്കിവിടുന്നത്. സെക്കൻഡിൽ 50 ഷട്ടറും ഉയർത്തി കഴിഞ്ഞു. അപ്പോൾ 3 ഷട്ടറാണ് ഇപ്പോൾ ഉയർത്തിയിട്ടുള്ളത്. എന്നാൽ എനിക്ക് തോന്നുന്നത് ബാണാസുരയുടെ ഒരു ഷട്ടർ മാത്രമല്ലേ ഉയർത്തിയിട്ടുള്ളൂ. ശ്രീജിത്ത് കൂടി ചേരുന്നു. ശ്രീജിത്തെ, പറയൂ, 3 ഷട്ടർ ഉയർത്തിയല്ലോ. എല്ലാ ഷട്ടറുകളും ഉയർത്താനാണോ നീക്കം? തീർച്ചയായും എസ് കെ, 4 ഷട്ടറുകളും ഉയർത്തും. ഇപ്പോൾ 3 ഷട്ടറുകൾ, ആദ്യം മൂന്നാമത്തെ ഷട്ടർ, അതിനുശേഷം 2, 1 എന്ന ക്രമത്തിലാണ് ഇപ്പോൾ ഷട്ടറുകൾ ഉയർത്തിയിട്ടുള്ളത്. ഇനി ഒരു ഷട്ടർ മാത്രം, ഇപ്പുറത്തെ ഏറ്റവും അടുത്ത ഈ ഒരു ഷട്ടർ മാത്രമേ ഇനി ഉയർത്താനുള്ളൂ. ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ അവിടെയുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു കാരണവശാലും ഡാമുകളുടെ പരിസരത്ത് അല്ലെങ്കിൽ പുഴയുടെ പരിസരത്തൊന്നും ആളുകൾ വരരുത്. ഈ വെള്ളം ആദ്യം തന്നെ ഏതാണ്ട് ഒരു അരമണിക്കൂറിനകം തന്നെ നേരെ ചെന്ന് പതിക്കുക മുക്കൈ പുഴയുടെ ഭാഗത്താണ്. അവിടെ ഒരു നിലംപതി എന്നാണ് അത് അറിയപ്പെടുന്ന പ്രദേശം, ചേർന്ന പ്രദേശമാണ്. എന്തായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇവിടെയും ചാറ്റൽ മഴ മാത്രമേ ഉള്ളൂ. പക്ഷേ ആകാശം കാർമേഘാവൃതമാണ്, മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും വെള്ളം കൂടാനുള്ളൊരു സാധ്യതയാണ് ഇപ്പോൾ പ്രവചിക്കുന്നത്. കാലാവസ്ഥാ വകുപ്പടക്കം ഇപ്പോൾ പ്രവചിക്കുന്നത്. ഈ ഡാം തുറക്കുന്നത് കാണാനായി നിരവധി ആളുകളാണ് ഈ മേഖലയിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ ഷട്ടർ ഇപ്പോൾ ഉയർത്തുമെന്നാണ്